സംസ്ഥാനത്ത് ഇന്ന് പ്രതീക്ഷിക്കുന്ന മറ്റ് വാർത്തകൾ എന്തൊക്കെയാണ് എന്നിനി റീജിയണൽ റൗണ്ടപ്പിൽ പരിശോധിക്കാം. തെക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി എബി ജോൺ തോമസും, മധ്യ കേരളത്തിലെ വാർത്തയുടെ വിശദാംശങ്ങളുമായി AT അശ്വതിയും, വടക്കൻ കേരളത്തിൽ നിന്ന് അനഘ റീജ ബർദനും ചേരുകയാണ്. ആദ്യം എബിയിലേക്ക് പോവുകയാണ്. എബി, മഴയാണ്, അതുപോലെ തന്നെ ഓണാഘോഷമാണ്. അതിലുപരി മറ്റെന്തൊക്കെ വാർത്തകളാണ് തെക്കൻ കേരളത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? മഴയും ഓണാഘോഷവും തന്നെ പ്രധാനപ്പെട്ട വാർത്തകളാണ് തെക്കൻ കേരളത്തിലുള്ളത്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരംഭിച്ച ഓണം വാരാഘോഷം ഇന്നും തുടരുന്ന പരിപാടി തന്നെയാണ്. നിരവധിയായിട്ടുള്ള പരിപാടികൾ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് വിവിധ ഇടങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. പത്തനംതിട്ട ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്തനംതിട്ട ഇന്നിപ്പോൾ അവിട്ടം ദിനമാണ്. അവിടെ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവിട്ടം ജലമേള തന്നെയാണ്. പമ്പാ നദിയിൽ പുല്ലുപ്രം ക്ഷേത്രക്കടവിൽ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ ജലമേള ആരംഭിക്കുന്നത്. മന്ത്രി PC വിഷ്ണുനാഥ് ജലമേള ഉദ്ഘാടനം ചെയ്യും. ഒപ്പം തന്നെ മഴയെ തുടർന്ന് മൂഴിയാർ ഡാമിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം കൂടിയുണ്ട്. പമ്പ നദീതീരത്ത് ഉൾപ്പെടെ താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വെള്ളം ഇത്തരത്തിൽ ഉയരുന്ന സാഹചര്യം, മഴ ശക്തമാകുന്ന സാഹചര്യം, അതുകൊണ്ട് തന്നെ ഈ ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്കും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കൊല്ലത്തേക്ക് വന്നു കഴിഞ്ഞാൽ കൊല്ലത്ത് ഓണാഘോഷം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അത് കൊല്ലത്തിൻ്റെ തനതായിട്ടുള്ള കലാരൂപങ്ങളുടെ ഒരു അവതരണമാണ് ഇന്നിപ്പോൾ പ്രധാനമായി നടക്കുന്നത്. കൊല്ലം ബീച്ച് അതിന് വേദിയാവുകയാണ്. ഈ തനത് കലാരൂപങ്ങളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായും ഈ ഒരു പരിപാടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പരമ്പരാഗതമായിട്ടുള്ള ഈ കലാപരിപാടികൾ ഒരേ വേദിയിൽ അവതരിപ്പിക്കുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ആ ഒരു കലയുടെ വലിയ ഒരു ക്യാൻവാസായി മാറാൻ പോകുന്നത് കൊല്ലം ബീച്ചാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇതാണ് പ്രധാനമായും തെക്കൻ കേരളത്തിൽ നിന്നുള്ള ഈ നിലയ്ക്കുള്ള വാർത്തകൾ. ഇനി മധ്യ കേരളത്തിലെ വിശേഷങ്ങൾ അറിയേണ്ടതുണ്ട്. അശ്വതിയുണ്ട്. അശ്വതി നേരത്തെ പറഞ്ഞിരുന്നു, മഴയുടെ കാര്യമൊക്കെ പറഞ്ഞു. അതുകൂടാതെ പിന്നെ 3-ാം ഓണമാണ്, ഓണവിശേഷങ്ങളുണ്ട്. അതിനപ്പുറത്ത് മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് മധ്യ കേരളത്തിൽ നിന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്? മധ്യ കേരളത്തിലും പ്രധാനമായിട്ടും ഈ മഴയും ഓണാഘോഷവും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ഭരണകൂടവും കൂടി നടത്തുന്ന ലാവണ്യം 2026 അതിൻ്റെ കലാപരിപാടികളൊക്കെ ഇന്ന് വിവിധ ഇടങ്ങളിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഉള്ള DH ഗ്രൗണ്ടിൽ, ഗ്രൗണ്ടിലുള്ള സ്റ്റീഫൻ ദേവസിയുടെ ഷോയാണ്. അത് 6 മണിക്ക് പുലികളിയും 7:30 സ്റ്റീഫൻ ദേവസിയുടെ ഷോയും ആരംഭിക്കും. വിവിധ ഇടങ്ങളിൽ സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള പരിപാടികളുണ്ട്. പറവൂർ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലുണ്ട്, പള്ളുരുത്തി, ഫോർട്ട് കൊച്ചി മേഖലകളിലുണ്ട്, കോതമംഗലത്തുണ്ട്, മൂവാറ്റുപുഴയിലുണ്ട്. മൂവാറ്റുപുഴയിൽ ഇന്ന് തിരുവാതിര കളിയൊക്കെയാണ്. അങ്ങനെ ഒരു ആഘോഷത്തിൻ്റെ പരിപാടികൾ എന്നൊക്കെ പറയുന്നത്, ഓണാഘോഷത്തിൻ്റെ പരിപാടികൾ എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ന് മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം മഹാത്മാ അയ്യങ്കാളി ജയന്തി അവിട്ടാഘോഷമാണ്. അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ അദ്ദേഹം ഇതിൻ്റെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10:30 ഈ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത്. BJP എറണാകുളം ജില്ലാ ഓഫീസിലാണ് പരിപാടികൾ ഉള്ളത്. അതുപോലെ തന്നെ മഹാത്മാ അയ്യങ്കാളി ജയന്തി അവിട്ടാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വിവിധയിടങ്ങളിൽ പരിപാടികൾ, അവിട്ടാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മലങ്കര സഭയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനമായ ഒരു യോഗം ഇന്ന് നടക്കുന്നുണ്ട്. മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ യോഗം ഇന്ന് മുളന്തുരുത്തിയിൽ ചേരും. 4500ഓളം പ്രതിനിധികളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ ഒരു മത പാർലമെൻറ്റാണ് ഇന്ന് പങ്കെടുക്കുന്നത്. മാത്രമല്ല ഇന്ന് 4 മേൽപ്പട്ടക്കാരെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. 6 നോമിനികളാണ് ഉള്ളത്. 4 പേരെയാണ് തിരഞ്ഞെടുക്കുക. വൈകുന്നേരം ആകുമ്പോഴേക്കായിരിക്കും അതിൻ്റെ ഫലപ്രഖ്യാപനം ഉണ്ടാവുക. എന്തായാലും സഭയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം കൂടിയാണ് ഇന്ന്. അത് മുളന്തുരുത്തിയിലാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ പരിപാടികൾ നടന്നു വന്നിരുന്നു. ഇന്ന് ഈ മേൽപ്പട്ടക്കാരെ തിരഞ്ഞെടുക്കുന്ന പരിപാടികൾ, ഒപ്പം തന്നെ സഭയുടെ പാർലമെൻറ്റ് കൂടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ ഇടുക്കിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മഴയുടെ ശക്തി കുറഞ്ഞു വരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ ഓണാഘോഷ പരിപാടികളുണ്ട്.
കോട്ടയത്ത് രാത്രിയിൽ ഇടവിട്ട് ശക്തമായ മഴയുണ്ടായിരുന്നു. അതുപോലെ തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് വൈകിട്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വിപ്ലവ ഗായിക PK മേദിനിക്കായി CPI നിർമ്മിച്ചു നൽകിയ റെഡ് സല്യൂട്ട് എന്ന വീടിൻ്റെ താക്കോൽ ദാനം ഇന്ന് ബിനോയ് വിശ്വം നിർവഹിക്കും. അങ്ങനെ ആണ് കോട്ടയത്ത് നിന്ന് നമുക്ക് ഇന്നുള്ള പരിപാടികൾ. അങ്ങനെ മഴയും ഓണാഘോഷവും തന്നെയാണ് മധ്യ കേരളത്തിൽ ഇന്ന് സജീവമായിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചെറിയ പരിപാടികൾ കൂടി ഉണ്ട്. ഐശ്വര്യ, മായ. അതെ, ഈ നമ്മുടെ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ മധ്യ കേരളത്തിലെയും വിശദാംശങ്ങൾ അറിഞ്ഞു. ഇനി നമുക്ക് തെക്കൻ കേരളത്തിലേക്ക് പോവാം. അനഘയുണ്ട് മലബാറിലേക്ക്. തെക്കൻ കേരളത്തിലെ AB പറഞ്ഞു, തെക്കൻ കേരളത്തിലെ മലബാറിലേക്ക്. അതായത് അനഘയുണ്ട് വിശദാംശങ്ങളുമായി. അനഘ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഓണമാണ്, അതുപോലെ മഴയുടെ മുന്നറിയിപ്പുകളുമുണ്ട്. പക്ഷേ കോഴിക്കോട് അത്തരത്തിലുള്ളൊരു സൂചനയും ഇല്ല, മഴയൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എന്തൊക്കെ വാർത്തകളാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും മഴയ്ക്കൊക്കെ ഒരു ശമനമുണ്ട്. ഇന്ന് മഴ മുന്നറിയിപ്പൊന്നും തന്നെ നിലവിൽ ഇല്ല. കാസർഗോഡിലേക്ക് വരികയാണെങ്കിൽ ഇടയിലക്കാട്ട് കാവിൽ വാനര സദ്യയുണ്ട്. ഇന്ന് 3ാം ഓണം ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇടയിലക്കാട്ട് കാവിൽ ഒരു വാനര സദ്യ ഒരുക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് മലപ്പുറം ജില്ലയിലുണ്ട്. ഇനി കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ തിക്കോടിയിൽ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയെ, ഒരു കൃതിക എന്ന് പറയുന്ന ഒരു ബസ്സിൽ നിന്ന് ഒരു ഹൈവേയിൽ ഇറക്കി വിട്ടിരുന്നു. രാത്രി ഹൈവേയിൽ ഇറക്കി വിട്ടു. പിന്നീട് സർവീസ് റോഡിലേക്ക് ഈ പെൺകുട്ടിക്ക് ഇറങ്ങുവാൻ നാട്ടുകാരാണ് ഈ പെൺകുട്ടിക്ക് ഒരു ഏണിയൊക്കെ വെച്ചു കൊടുത്ത് ഈ പെൺകുട്ടിയെ താഴെ സർവീസ് റോഡിലേക്കൊക്കെ ഇറക്കിയത്. ഇത് ഏറെ വിവാദമായിരുന്നു. ഈ ബസ്സിനെതിരെ നിലവിൽ ഇപ്പോൾ നടപടിക്ക് പോലീസ് ശുപാർശ ചെയ്തിട്ടുണ്ട്. ബസ്സിന്റെ ലൈസൻസ് റദ്ദാക്കാനും പിഴ ഈടാക്കാനുമാണ് പയ്യോളി പോലീസ് RTOയ്ക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഈ ബസ്സിനെതിരെ കൂടുതൽ നടപടികൾ വരും എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഓണത്തിന്റെ ആഘോഷ പരിപാടികളൊക്കെ തന്നെ ഇന്നും നടക്കും. കോഴിക്കോട് ബീച്ചിലും അതുപോലെ തന്നെ ടൗൺ ഹാളിലും മാനാഞ്ചിറയിലും അടക്കം ഈ ഓണാഘോഷ പരിപാടികൾ ഇന്നും വൈകിട്ട് നടക്കും. ഇത്രയാണ് മലബാർ ജില്ലയിൽ നിന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ.